കണ്ണൻ സൂരജ് ബാലൻ, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദ മ്യൂസിക്കൽ ജീനിയസ്. മലയാള ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തെ ഒഴിച്ചുകൂടാനാവാത്ത സാന്നിധ്യം. അദ്ദേഹം നമ്മെ വിട്ടു പിരിഞ്ഞിട്ട് ഇന്നേക്ക് 10 വർഷം. ദക്ഷിണാമൂർത്തി സ്വാമി, രാഘവൻ മാസ്റ്റർ, MK അർജുനൻ മാസ്റ്റർ, ബേനി ഇഗ്നേഷ്യസ്, രമേശ് നാരായൺ, ഔസേപ്പച്ചൻ, ജോൺസൺ മാസ്റ്റർ, ജാസി ഗിഫ്റ്റ്, ഗോപി സുന്ദർ, ജെയ്സൺ ജെ നായർ, ബാലഭാസ്കർ, രഘുകുമാർ, വിദ്യാധരൻ മാസ്റ്റർ, ജയവിജയ, M ജയചന്ദ്രൻ എന്നിങ്ങനെ എണ്ണം പറഞ്ഞ സംഗീത സംവിധായകരുടെ ജീവവായു. കീബോർഡ് പ്രോഗ്രാമിങ്ങിൽ കണ്ണൻ തീർത്ത സുന്ദര നിമിഷങ്ങൾക്ക് അതിരില്ല. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ടവർ അദ്ദേഹത്തെ ഓർക്കുന്നു മ്യൂസിക്കലി വിത്ത് സുജിയിലൂടെ. മെലഡി മാത്രം, 1 ലൈൻ മെലഡി മാത്രം കമ്പോസ് ചെയ്ത് കൊടുത്താൽ കുറച്ച് നേരം കൊണ്ട് തന്നെ കണ്ണൻ അത് കേൾപ്പിച്ച് വരുമ്പോൾ നമ്മളെന്തോ സിംഫണി കേൾക്കുന്ന ഒരു മായാലോകത്തേക്ക് പോയി പോകും. നമസ്കാരം, ഞാൻ ബേണി. പ്രശസ്ത കീബോർഡ് മാന്ത്രികനും പ്രോഗ്രാമറുമായിരുന്ന ശ്രീ കണ്ണൻ്റെ 10ാമത്തെ ഓർമ്മ ദിനത്തിൽ അദ്ദേഹത്തെ സ്മരിക്കേണ്ടത് നമ്മുടെ കടമയാണ്. 1984-85 കാലഘട്ടത്തിലായിരിക്കും കണ്ണൻ്റെ പിതാവും പ്രശസ്ത സംഗീത സംവിധായകനുമായിരുന്ന കലവൂർ ബാലൻ മാഷ് എന്നോട് പറഞ്ഞു, എൻ്റെ മകൻ കീബോർഡ് പ്ലെയറായ കണ്ണനെ എറണാകുളത്തുനിന്ന് പരിചയപ്പെടുത്തണം, അതിന് വേണ്ടി സഹായിക്കണം. ഞാൻ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നമുക്ക് എൻ്റെ ഗാനമേള ട്രൂപ്പായ കൊച്ചിൻ മെലഡീസിൽ കണ്ണനെ 1ാമത്തെ കീബോർഡിസ്റ്റായിട്ട് നാളെ മുതൽ നമുക്ക് പ്രോഗ്രാമിന് എടുത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ആദ്യമായിട്ട് തുടങ്ങുന്നത്. അതിനുശേഷം അധികം താമസിയാതെ തന്നെ കീബോർഡിൽ സീക്വൻസ് ചെയ്യാനുള്ള ഒരു ടെക്നിക്കൽ വിദ്യ ലോകം മുഴുവൻ ഡെവലപ്പ് ചെയ്ത് തുടങ്ങി. ഇവിടെ വന്ന് അധികം താമസിയാതെ തന്നെ കണ്ണന് അത് പെട്ടെന്ന് തന്നെ പഠിക്കാൻ സാധിച്ചു, ആ വിദ്യ. ആ ഇടയ്ക്ക് ഞങ്ങളെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഒരു പ്രസ്റ്റീജ് ആൽബമായ ഹണി എന്ന രഞ്ജിനി കാസറ്റ് പുറത്തിറങ്ങുന്ന ഹണി എന്ന ആൽബം ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അതിൻ്റെ എല്ലാ പാട്ടുകളും 10-12 പാട്ടുകളുണ്ടായിരുന്നു. എല്ലാ പാട്ടുകളും ജീവിതത്തിൽ ആദ്യമായി കണ്ണൻ കീബോർഡിൽ സീക്വൻസ് ചെയ്തു. മാത്രമല്ല, പിന്നീട് മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു പ്രശസ്ത പ്രോഗ്രാമിംഗ് സഖ്യമായ കണ്ണൻ ബെന്നി ടീമിനെ ആദ്യമായിട്ട് ഒരുമിപ്പിക്കുന്നത് ഞങ്ങൾ മയിൽപ്പീലിക്കാവുന്ന ചിത്രത്തിലൂടെയാണ്. ആ സഖ്യത്തിൽ കണ്ണൻ മരിക്കുന്നവരെ ഞങ്ങളുടെ കൂടെ തന്നെ കണ്ണൻ ബെന്നി സഖ്യമായിരുന്നു എല്ലാ പാട്ടുകളും പ്രോഗ്രാമിംഗ് ചെയ്തുകൊണ്ടിരുന്നത്. കണ്ണൻ്റെ സംഗീതത്തിലുള്ള അപാരമായ കഴിവിൻ്റെ ഒത്തിരി ഓർമ്മകൾ എൻ്റെ മനസ്സിൽ വരുന്നുണ്ടെങ്കിലും 2-3 ഉദാഹരണങ്ങൾ മാത്രം പറയാൻ ആഗ്രഹിക്കുകയാണ്. കല്യാണരാമൻ എന്ന സിനിമയിലെ കഥയിലെ രാജകുമാരിയും എന്ന ഗാനത്തിൻ്റെ വീണ ബിറ്റ് ഞാനും ജ്യേഷ്ഠനും കണ്ണനോട് പറഞ്ഞു, ട്രാക്കായിട്ട് ഇത് വായിച്ചാൽ മതി, അത്രയും സമയമൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞു. കണ്ണൻ അതേപോലെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് ട്രാക്കിന് വേണ്ടി വായിച്ചു തീർത്തു. പക്ഷെ അത് കേട്ടപ്പോൾ ഞങ്ങൾ മാത്രമല്ല, അത് കേട്ട എല്ലാവരും പറഞ്ഞു, ഇതിൻ്റെ മുകളിൽ വീണ വായിക്കണ്ട. എല്ലാവർക്കും ഇതാണ് മാക്സിമം എന്ന് തോന്നിപ്പോയി. അതിൽ കൂടുതൽ മാക്സിമത്തിൻ്റെ ആവശ്യമില്ല. അത്ര മാജിക്കാണ് കണ്ണന്. അതേപോലെ ഈ സിനിമയിലെ റീ റെക്കോർഡിംഗ് സമയത്ത് ഞങ്ങളൊരു മെലഡി മാത്രം, 1 ലൈൻ മെലഡി മാത്രം കമ്പോസ് ചെയ്ത് കൊടുത്താൽ കുറച്ച് നേരം കൊണ്ട് തന്നെ കണ്ണൻ അത് കേൾപ്പിച്ച് വരുമ്പോൾ നമ്മളെന്തോ സിംഫണി കേൾക്കുന്ന ഒരു മായാലോകത്തേക്ക് പോയി പോകും. ജന്മവാസന അപാരമായിരുന്നു. അതേപോലെ വെട്ടം സിനിമയുടെ സമയത്ത് പ്രിയദർശൻ ഞങ്ങളോട് പറഞ്ഞു, കണ്ണൻ ബെന്നി ടീം ഇവിടെ ഉള്ളപ്പോൾ നമ്മൾക്ക് ഈ റെക്കോർഡിങ്ങിന് മദ്രാസിലേക്ക് പോകേണ്ട കാര്യമില്ല, ഇവിടെ തന്നെ ചെയ്താൽ മതി. അതും വലിയൊരു അവാർഡാണ് കണ്ണൻ ബെന്നിക്ക് കിട്ടിയത്. കണ്ണനെ പറ്റി ഓർക്കുമ്പോൾ എപ്പോഴും മനസ്സിലൊരു വിങ്ങലാണ്. എത്രയധികം എൻ്റെ അനിയനായിട്ട് അവൻ എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു, അവൻ്റെ ചേട്ടനായിട്ട് ഞാനുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് രണ്ടുപേർക്കും മാത്രം അറിയുന്ന കാര്യമാണ്. മ്യൂസിക്കിലുള്ള ബന്ധത്തിനപ്പുറം ഒരു സംഗീത സംവിധായകനും ഒരു പ്രോഗ്രാമറും അല്ലെങ്കിൽ നമ്മുടെ കാലത്തിൽ ഒരു ഗ്രേറ്റ് മ്യൂസീഷ്യൻ എന്നുള്ളതിനപ്പുറമായിട്ട് നമ്മൾ സഹോദരങ്ങളായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും എൻ്റെ ഹൃദയത്തെ സ്പർശിച്ചായി. പിന്നെ അവൻ്റെ മ്യൂസീഷ്യൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ജീനിയസ് ആയതുകൊണ്ട് നമുക്ക് വേറൊന്നും പറയാനില്ല, വാക്കുകളൊന്നും പോരാ കണ്ണനെ കുറിച്ച് പറയാൻ, കണ്ണൻ്റെ മ്യൂസിക്കാലിറ്റിയെ കുറിച്ച് പറയാനായിട്ട്.
ഒരു വലിയൊരു ജീനിയസ് തന്നെയാണ്. എനിക്ക് വലിയ ഭാഗ്യമായിരുന്നു അവൻ്റെ കൂടെ വർക്ക് ചെയ്യാനായിട്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും ഒന്നിച്ച് യാത്ര ചെയ്യുകയും ആ യാത്രയിലൊക്കെ ഒരുപാട് സംഗീതം ഷെയർ ചെയ്യുകയും, പിന്നെ ഞാനും അവനും കൂടെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും പല കാര്യങ്ങളും എനിക്ക് അവനോട് പറയുകയോ അല്ലെങ്കിൽ അവൻ എന്നോട് പറയുകയോ വേണ്ടായിരുന്നു. ഒരു നോട്ടത്തിലൊക്കെ പല കാര്യങ്ങളും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ ഒരു സോൾ ടു സോൾ ഒരു ബന്ധമായിരുന്നു. കണ്ണൻ ഇല്ല എന്ന് ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റിയിട്ടില്ല. അവനുണ്ട്, എവിടെയുണ്ട്, ദിവസം എന്നെ കോണ്ടാക്ട് ചെയ്യാത്തതാണ് എന്നുള്ള വിചാരത്തിലാണ് പലപ്പോഴും ഞാൻ സമാധാനിക്കുന്നത്. ഒരു വലിയ 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 നഷ്ടമാണ്, പ്രത്യേകിച്ച് എനിക്ക് എൻ്റെ അനിയനെ എനിക്ക് നഷ്ടപ്പെട്ടു. അവൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ നമസ്കരിക്കും. കണ്ണനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തിന് ഒരു എന്ത് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, അതായത് നമ്മളിപ്പോൾ എനിക്കാണെങ്കിൽ ഒരു എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം ഉണ്ടായാൽ എനിക്ക് ഒരു വർക്ക് ചെയ്യാനേ പറ്റത്തില്ല. അതായത് ആ മ്യൂസിക്കും എല്ലാം വിട്ട് കഴിഞ്ഞാൽ വേറൊരു ലെവലായിരുന്നു. പക്ഷേ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കണ്ണൻ്റെ പ്രത്യേകതയാണ് ആ ടെൻഷൻ ആ കീബോർഡിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം പോകും. പിന്നെ പുള്ളി പ്രോഗ്രാമിങ്ങും അത് എൻജോയ് ചെയ്ത് അങ്ങ് പോവുക എന്ന് പറയുമ്പം കാലഘട്ടത്തിൽ വന്ന മാറ്റത്തിനനുസരിച്ച് കണ്ണൻ ചേട്ടനും കുറേ അപ്ഡേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ടെക്നോളജി ആണെങ്കിലും ഒരുപാട് കണ്ണൻ ചേട്ടന് യൂസ് ചെയ്യാൻ പറ്റിയത് പ്രോപ്പർലി അപ്ലൈ ചെയ്തതുകൊണ്ട് നമുക്ക് കുറേ പാട്ടും കിട്ടി. അവൻ്റെ കയ്യിൽ എന്ത് ഇൻസ്ട്രുമെന്റായിട്ടും വായിക്കും. അന്ന് പുള്ളിയുടെ ഫ്ലൂട്ട് ഉണ്ട്. ആ ഫ്ലൂട്ട് വെച്ച് പുള്ളി ഒരു ബിറ്റ് കമ്പോസ് ചെയ്ത്, അപ്പോൾ എന്നോട് ഇവിടെ ഇത്ര അന്ന് ഈ അളവൊന്നും അറിയില്ല, അപ്പോൾ ഇങ്ങനെ ഇത്ര പ്രാവശ്യം നീ വായിക്കണം. അപ്പോൾ കണ്ണൻ്റെ അനിയനുണ്ട്, തമ്പി സച്ചിൻ, അങ്ങനെ എല്ലാവരും ഉണ്ട്. അതിനോട് ഇങ്ങനെ വായിച്ച് ടേക്ക് ചെയ്യുക. അപ്പോൾ ടേക്ക് എന്താ നിങ്ങൾക്ക് അറിയില്ല, ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പോകണം. അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞ് കേട്ട് നോക്കിയപ്പോൾ പുള്ളി ഹാപ്പിയല്ല, ഞങ്ങൾ ഓക്കെയാണ്. ഇത് ഇപ്പൊ ബെന്നിച്ചേട്ടൻ ആറൈറ്റിൽ തബല വായിച്ചാൽ അത് തബലയാണ് നമുക്ക് തോന്നും. അതുപോലെ തന്നെ കണ്ണൻ ചേട്ടൻ കീബോർഡിൽ ഫ്ലൂട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഫ്ലൂട്ടാണ് തോന്നുന്നു. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ, കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. വേണിച്ചേട്ടൻ്റെ ബുക്ക് എടുത്ത് വെച്ചിട്ട് ആ 2.5 മണിക്കൂർ ഗാനങ്ങളെന്ന് വായിച്ചു. നേരെ നോക്കി നൊട്ടേഷൻ അങ്ങ് വായിക്കും. തെറ്റുന്ന പ്രശ്നമില്ല. അതാണ് മൂപ്പരുടെ കൈ പോകുന്നു. അങ്ങനെ ഒരു തരം ഒരു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവസരിപ്പിച്ച സാറിനോട് ചോദിച്ചു, എടാ നീ ഇത് നിങ്ങളെ പെപ്പർ റെക്കോർഡ് ചെയ്തതിനുള്ള സമയം ഇപ്പോൾ കിട്ടി. കാര്യം തലേദിവസം പറഞ്ഞതേ ഉള്ളൂ നാളെ ഇത് വെച്ച് തുടങ്ങണം. ഞങ്ങൾ റെക്കോർഡ് ചെയ്തില്ല, കണ്ണൻ ചേട്ടൻ ലൈവ് വായിച്ചു. അപ്പോൾ പ്രോഗ്രാമിങ് ചെയ്തില്ല. ഇല്ല, ഇതെങ്ങനെ ഇത് സാധിച്ചു? അത് കണ്ണൻ കണ്ണനുണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞു. അതാണ് ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ളൊരു എപ്പിസോഡാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, ഇത്രയും ആർട്ടിസ്റ്റുകൾ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ, ഇതിൻ്റെ മുന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ മധുചേട്ടനായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് മധുചേട്ടൻ മെൻഷൻ ചെയ്ത ഒരു കാര്യത്തിൽ, അപ്പോൾ ഞാൻ മധുചേട്ടനോട് ചോദിച്ച ഒരു കാര്യത്തിൽ നിന്നാണ് ഇങ്ങനത്തെ ഒരു ഐഡിയ തന്നെ വരുന്നത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു, കുറേ ആളുകൾ DM ഒക്കെ ചെയ്ത് ചോദിച്ചു, കണ്ണൻ ചേട്ടനെ കുറിച്ച് ചെയ്യാൻ പറ്റുമോ ഒരു എപ്പിസോഡ് എന്നുള്ള രീതിയിലൊക്കെ കുറേ പേര് ചോദിച്ചിരുന്നു. അങ്ങനെ വന്നൊരു ഐഡിയ ആണ് ഞാൻ മധുചേട്ടനോട് അപ്പം തന്നെ ഷെയർ ചെയ്തു. മധുചേട്ടനാണ് എനിക്ക് ഇത്രയും ആളുകളെ എന്താ പറയുക കണക്ട് ചെയ്ത് തന്നതൊക്കെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ നമ്മുടെ കൂടെ നിന്നുള്ള ആർട്ടിസ്റ്റുകളെ ഞാൻ ഇൻഡിവിജ്വലി പരിചയപ്പെടുത്താം. അത് വളരെ വളരെ ലെജൻഡറി ആയിട്ടുള്ളൊരു മ്യൂസീഷ്യനാണ്. കണ്ണൻ ചേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ബെന്നി ജോൺസൺ, അതേപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട പ്ലേബാക്ക് സിംഗർ സുദീപേട്ടൻ, നിഖിൽ ആർലോയിൽ എൻ്റെ ജൂനിയറായിട്ട് പഠിച്ച കുട്ടിയും കൂടിയാണ്. ബിനിച്ചേട്ടൻ ഓൾറെഡി എല്ലാവർക്കും അറിയാം, പരിചയപ്പെടുത്തി കഴിഞ്ഞു. എല്ലാവർക്കും വെൽക്കം ടു ദ ഷോ. കണ്ണൻ സൂരജ് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ്റെ ഒരു മ്യൂസിക്കൽ ജേണി, അദ്ദേഹം ഇപ്പോൾ കൂടെ ഉണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നമ്മൾ ഇതുപോലെ ഇരുന്നിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അത് വർക്ക് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ കണ്ണൻ ചേട്ടൻ്റെ ഒരു മ്യൂസിക്കൽ ജേണി, അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്കാലം മുതലുള്ള ഒരു ജേണി, ഒരു വലിയൊരു മ്യൂസീഷ്യൻ്റെ മോനാണ്. കലവൂർ ബാലൻ സാറിൻ്റെ മോനാണ്. അപ്പോൾ ആ ഒരു ഇതിൽ നിന്ന് വന്നൊരു എന്താ പറയുക, ഒരു മ്യൂസീഷ്യൻ്റെ അപ്പുറം കണ്ണൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൊരിക്കൽ പറയുണ്ടായി, എനിക്ക് എൻ്റെ അച്ഛൻ തന്നിട്ടുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് സംഗീതമാണ്.
എന്ന് പറഞ്ഞു. കണ്ണൻ ചേട്ടൻ ശരിക്കും അത് SIP ഇതിലൊക്കെ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇട്ട് ഇരട്ടിപ്പിച്ച് ഇവിടെ അത്രയും ധാരാളം അതിൻ്റെ കൂടെ ഒരു സെന്റൻസ് കൂടെ ഉണ്ടായിരുന്നു. ആ. എനിക്ക് എൻ്റെ അച്ഛന് തന്ന സമ്പാദ്യം സംഗീതമാണ്, അതുള്ളത് കൊണ്ട് ഞാൻ ആരുടെ തല മുന്നിൽ കുനിക്കുന്നില്ല തലകുനിക്കില്ല. ഉണ്ട്. അതെ അതെ അതുണ്ടായിരുന്നു. അദ്ദേഹം പക്ഷേ അത് എത്രയോ ഇരട്ടിയായി ഇവിടെ തന്നിട്ടാണ് ഇപ്പം നമ്മുടെ കൂടെ ഇല്ലാന്ന് ആൾ ഒരു ഫിസിക്കലി നമുക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. മ്യൂസിക് ഇപ്പോഴും ഇല്ലാത്ത ഒരു ദിവസങ്ങൾ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മലയാളികളുടെ ഇടയിൽ അങ്ങനെ ഒരു ദിവസം ഇല്ല. അപ്പോൾ നമുക്ക് ബെന്നിച്ചേട്ടന് അടുത്ത് തന്നെ തുടങ്ങാം. ബെന്നിച്ചേട്ടന് കണ്ണചേട്ടന് ഒരുപാട് വർക്ക് ചെയ്തിട്ടുള്ള എന്താ പറയുക ആർട്ടിസ്റ്റാണ്. പ്രോഗ്രാമിംഗ് ഒക്കെ നമ്മുടെ അല്ലേ കേരളത്തിൽ ഒരു പ്രോഗ്രാമിംഗ് തുടങ്ങുന്ന ഒരു സമയത്തെ കലാകാരന്മാരാണ് ബെന്നിച്ചേട്ടനും കണ്ണൻ ചേട്ടനും. അപ്പോൾ ബെന്നിച്ചേട്ടാ കണ്ണൻ ചേട്ടനെ ആദ്യമായിട്ട് കണ്ടുമുട്ടിയ ഒരു എക്സ്പീരിയൻസ്. കണ്ണനെ ആദ്യം കാണുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ കണ്ണൻ്റെ ഫാദറിൻ്റെ കൂടെ ഞാൻ റെക്കോർഡിങ്ങിന് വായിക്കുന്നുണ്ടായിരുന്നു. ബാലചേട്ടൻ്റെ കൂടെ ബാലചേട്ടൻ്റെ കൂടെ ഈ അന്ന് നാടകങ്ങളും ഇങ്ങനെയുള്ള വർക്കുകൾ, ലളിതഗാനം അങ്ങനെയൊക്കെയുള്ള ഇഷ്ടംപോലെ വർക്കുകളുണ്ട്. അന്ന് കോട്ടയത്ത് പിരമിഡിലാണ് കൂടുതൽ വർക്കുകൾ ബാലചേട്ടൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പയ്യൻ ഒരു നോട്ട്ബുക്കൊക്കെ ആയിട്ട് കയറി വന്നു. കൊച്ചു പയ്യനാണ്. അപ്പം ബാലചേട്ടൻ പറഞ്ഞു എൻ്റെ മോനാണ് ഇവിടെ കോട്ടയത്ത് കുട്ടിയച്ചൻ എന്ന് പറഞ്ഞ കുട്ടിയച്ചൻ മാഷുണ്ട് വയലിൻ പഠിപ്പിക്കുന്നു. കുട്ടിയച്ചൻ്റെ അടുത്ത് വയലിൻ പഠിക്കാൻ വേണ്ടി വന്നതാണ് അന്നും പറഞ്ഞ് അന്ന് പരിചയപ്പെടുന്നത്. അന്നാണ് ഞാൻ ആദ്യം കണ്ണനെ കാണുന്നത്, കണ്ണനൊരു കൊച്ചു കുട്ടിയായിട്ട്. അപ്പോൾ കണ്ണൻ എന്നെക്കാളും ഒത്തിരി ജൂനിയറാണ്. അപ്പോൾ അങ്ങനെയാണ് ആദ്യം ഞങ്ങൾ കാണുന്നത്. പിന്നീട് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഞാനും ഐസക്കും കൂടെ കോട്ടയത്ത് ഐസക്കും ഞാനും കൂടെയാണ് പ്രോഗ്രാമിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ചെയ്തു വന്ന് ഒരു അവസരത്തിൽ മറ്റേ ബേണിച്ചേട്ടൻ്റെ ഒക്കെ ഒരു ഫിലിം, അത് മയിൽപ്പീലിക്കാവ് എന്ന് പറഞ്ഞ ഫിലിമിൻ്റെ റെക്കോർഡിങ്ങിനാണ് ആദ്യമായിട്ട് കണ്ണനും ഞാനും കൂടെ ഒരുമിച്ച് ഒരു പ്രോഗ്രാമിങ് തുടങ്ങുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് കുറേ അധികം ഇതിന് വലിയൊരു യാത്രയാണ്. അതെ, ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചെയ്തിട്ടുള്ള പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളും ഹിറ്റുകളാണ് തന്നെ. എല്ലാ സംഗീത സംവിധായകർക്കും വേണ്ടിയിട്ടും ഈ പെയർ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ MG രാധാകൃഷ്ണൻ സാർ, ബേണി ഇഗ്നേഷ്യസ്, രവീന്ദ്രൻ മാസ്റ്റർ, അലക്സ് പോൾ, അതുപോലെ തന്നെ ആ സമയത്തുണ്ടായിരുന്ന മോഹൻ സിത്താർ, അവരുടെ എല്ലാവരുടെയും സൂപ്പർ ഹിറ്റായ പാട്ടുകളിൽ ഇവരുടെ രണ്ടുപേരുടെയും കരങ്ങളുണ്ടായിരുന്നു ആ പാട്ടുകളിലെല്ലാം പിന്നിൽ അല്ലേ. കണ്ണനെ കുറിച്ച് പറയുമ്പോൾ പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു എന്ത് ടെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞാലും, അതായത് നമ്മളിപ്പോൾ എനിക്കാണെങ്കിൽ ഒരു എന്തെങ്കിലും വിഷമോ എന്തെങ്കിലും ചെറിയൊരു പ്രയാസം ഉണ്ടായാൽ എനിക്ക് ഒരു വർക്ക് ചെയ്യാനേ പറ്റത്തില്ല. അതായത് ആ മ്യൂസിക്കും എല്ലാം വിട്ട് കഴിഞ്ഞാൽ വേറൊരു ലെവലായിരുന്നു. പക്ഷേ എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലും കണ്ണൻ്റെ പ്രത്യേകതയാണ് ആ ടെൻഷൻ ആ കീബോർഡിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു കഴിഞ്ഞാൽ അതെല്ലാം പോകും. പിന്നെ പുള്ളി പ്രോഗ്രാമിങ്ങും അത് എൻജോയ് ചെയ്ത് അങ്ങ് പോവുക. ഞാൻ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് എങ്ങനെ ഇരിക്കാൻ പറ്റും. അപ്പോൾ പുള്ളി അതൊന്നും ഒരു പ്രശ്നമല്ല, നമ്മളതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യില്ല. എന്നെയും പലപ്പോഴും വഴക്ക് പറയാറുണ്ട്, നമ്മളെന്തെങ്കിലും ടെൻഷൻ കയറി ഇതൊക്കെ എങ്ങനെ ചെയ്യും എന്നൊക്കെ ഇരിക്കുകയായിരിക്കും. പുള്ളി ഇതൊന്നും ശ്രദ്ധിക്കുക പോലും ചെയ്യുന്നു, വിട്ടേക്കാൻ പറയും. അങ്ങനെ ഒരു വലിയ ഗുണം ഇതുണ്ട്. ഞാനിപ്പോഴും കണ്ണനും ഞാനും കൂടെ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്ത വർക്കുകളുടെ ഇത് വെച്ച് നോക്കുമ്പം എനിക്ക് അദ്ദേഹത്തെ കഴിഞ്ഞിട്ട് വേറൊരു കീബോർഡ്സിന് എനിക്ക് ഇപ്പോഴും പ്ലേസ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊരു ഭയങ്കര അനുഭവങ്ങൾ തന്നെയാണ് അദ്ദേഹത്തെ. ഒരുപാട് കാര്യങ്ങളുണ്ട്. ബെന്നിച്ചേട്ടൻ പറഞ്ഞ ആദ്യകാലങ്ങളിൽ ബാലൻ സാറിൻ്റെ നാടകങ്ങൾക്ക് കണ്ണൻ ചേട്ടനുമായിട്ട് കണ്ട കാര്യമൊക്കെ പറഞ്ഞല്ലോ. എൻ്റെ ജീവിതത്തിലെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫസ്റ്റ് റെക്കോർഡിങ്, പ്രൊഫഷണൽ റെക്കോർഡിംഗ് എന്ന് പറയുന്നത് 93-ലാണ്. 93-ൽ ആദ്യമായിട്ടൊരു പ്രൊഫഷണൽ ഡ്രാമയ്ക്ക് വേണ്ടി എൻ്റെ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത്. എന്നെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ബാലൻ സാറിൻ്റെ അടുത്താണ് ഞാൻ ആ സമയത്ത് മ്യൂസിക് പഠിക്കുന്നത്. ബാലൻ സാറായിട്ടുള്ള ബന്ധം പറഞ്ഞാൽ അത് പിന്നെയും കുറേ കൂടെ പഴയ കാലത്തേക്ക് പോകും. എൻ്റെ അച്ഛനും ബാലൻ സാറും കോളേജ് ഒന്നിച്ച് പഠിച്ചവരാണ്. അപ്പം അന്ന് പോലെ അവരുടെ സൗഹൃദമുണ്ട്. അങ്ങനെ ഞാൻ സാറിൻ്റെ വീട്ടിൽ പാട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാനൊരു പ്രീ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ഒക്കെ ആവുന്ന സമയത്ത് സാർ എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു നാടകത്തിൻ്റെ ഒരു പാട്ട് ഇതുവരെ പാടിയിട്ടുണ്ടോ സ്റ്റുഡിയോയിൽ. ഞാൻ പറഞ്ഞില്ല സാർ, ആദ്യമായിട്ട് സ്റ്റുഡിയോയിൽ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് എന്നെ എറണാകുളത്ത് സാന്റസസിലെ സ്റ്റുഡിയോയിൽ റെക്കോർഡിങ്ങിന് കൊണ്ടുവന്നു. അന്ന് കീബോർഡ് വായിച്ചത് കണ്ണൻ ചേട്ടൻ, ബേസ് ഗിറ്റാർ വായിച്ചത് ബെന്നിച്ചേട്ടൻ അന്ന് ഗിറ്റാറും വായിക്കും, എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ് ഇവർക്ക് രണ്ടുപേർക്കും അവരുടെ ആ ഇൻസ്ട്രുമെന്റ് മാത്രമല്ല അറിയുന്നത്. ഇവർ വലിയ മ്യൂസീഷ്യൻസ് ആയതുകൊണ്ട് ഇവർക്ക് ഇപ്പം ബെന്നിച്ചേട്ടൻ കീബോർഡ് പ്രോഗ്രാമിങ്ങും അറിയാം, അതുപോലെ തന്നെ ഗിറ്റാർ വായിക്കും, ഋതം, ഡ്രം, അക്യൂസ്റ്റിക് ഡ്രം പ്ലേ ചെയ്യും, എല്ലാം ചെയ്യും. കണ്ണൻ ചേട്ടൻ അതുപോലെ തന്നെ ഡ്രം ചെയ്യും, വയലിൻ വായിക്കും,
ഗിറ്റാർ വായിക്കും, കീബോർഡ് വായിക്കും, എല്ലാം വായിക്കുമല്ലോ. അപ്പം അത് വലിയ മ്യൂസീഷ്യൻസാണ്, വെറും ആ ഒരു ഉപകരണം മാത്രം വായിക്കുന്ന ആളുകളല്ല. അപ്പം അന്നത്തെ ആ റെക്കോർഡിങ് അനുഭവം ഞാനിപ്പോഴും ഓർമ്മിക്കുന്നത്. എന്നെ സംബന്ധിച്ച് എൻ്റെ ആദ്യത്തെ റെക്കോർഡിങ് ആയതുകൊണ്ട് എപ്പോഴും അത് മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓർമ്മയാണ്. അതിലൊരു പാട്ട് ബെന്നിച്ചേട്ടൻ ഓർമ്മ കാണില്ല ആ പാട്ട്, കാര്യം അത്ര വർഷം മുമ്പ് വായിച്ചതാണ്. 32 വർഷമായി. 32 വർഷം മുമ്പ് ബെന്നിച്ചേട്ടൻ ബേസ് ഗിറ്റാർ വായിച്ചൊരു പാട്ടാണ്. ഞാൻ അതുകൊണ്ട് പല്ലവി പാടാം. മധുരമൊരൂർമതൻ പൂവൽ കിടക്കയിൽ വീണു മയങ്ങും മോഹങ്ങളെ, എൻ്റെ മനസ്സിലെ മൗനങ്ങൾ അരിയ പൊൻചിറകേറ്റി അകലങ്ങളിൽ കൊണ്ടുപോകാമോ, സ്നേഹസാന്ദ്രമാം അനുഭൂതി നൽകാമോ. ഇത് പള്ളിപ്പുറം മോഹനേന്ദ്രൻ എന്ന അദ്ദേഹമാണ് എഴുതിയത്. സചേതന എന്ന് പറഞ്ഞൊരു നാടക സമിതിയുടെ നാടകത്തിലെ പാട്ടാണ്. സാർ അന്ന് ഇത് പാടിയതിന് ശേഷം എനിക്ക് അതിൻ്റെ ഒരു കാസറ്റ് തന്നിരുന്നു. ഞാൻ പാടിയത് കോപ്പി ചെയ്ത് സ്റ്റുഡിയോയിൽ നിന്ന് തന്നു. അത് കുറേ കാലം ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ആ പാട്ടില്ല. എൻ്റെ അനുപലവിയോ മറ്റൊന്നും എനിക്കറിയില്ല. ബാലൻ സാറുടെ കൂടുതൽ നാടകഗാനങ്ങൾ ഒരുപാട് നാടകഗാനങ്ങൾ മാത്രമല്ല, സാറൊരു ടിവിയിൽ എപ്പോഴും ഹിറ്റ് ആയിരിക്കും. തുളസി അതിൽ കാണാം കണ്ണചേട്ടനൊക്കെ കീബോർഡ് വായിക്കുന്നത്. സാറിനെ പോലെ ഒരു വലിയ മ്യൂസീഷ്യൻ ശരിക്കും അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് നമ്മുടെ സിനിമാ രംഗം ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാര്യം സാർ കുറേ പടങ്ങൾ ഓർക്കസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഒരു സിനിമയെ അദ്ദേഹം സ്വതന്ത്രമായിട്ട് ചെയ്തിട്ടുള്ളൂ. മറ്റ് തരംഗിണിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പാട്ടുകൾ ചെയ്തു. പക്ഷേ എൻ്റെ മനസ്സിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ രവീന്ദ്ര മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ എന്നൊക്കെ പറയുന്ന പോലെ അവരോടൊപ്പം തന്നെ നിൽക്കേണ്ട അത്രയും സിനിമകളൊക്കെ ചെയ്യേണ്ട ടാലൻ്റ് ഉള്ള ഒരാളായിരുന്നു. പറഞ്ഞതിൻ്റെ വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പറഞ്ഞതിന് എല്ലാം സ്കോർ ചെയ്ത് തരും. അതെ, A to Z എഴുതിയാ വരിക. അതിനകത്ത് നമുക്ക് ഒരാൾക്ക് എന്ത് ഇഷ്ടമുള്ള വായിക്കും അങ്ങനെയല്ല, എല്ലാവർക്കും ഓരോരുത്തരും വായിക്കേണ്ടതാണ്. HD ഹൈ ഡിഫൈൻഡ് മ്യൂസീഷ്യനാണ്. മേ ബി ആ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ടാവില്ല സിനിമയിൽ പാടിയാലാണ് ആ ഒരു പ്രശസ്തിയുടെ പിന്നാലെ ആയിട്ടുണ്ടാവില്ല ചിന്തിക്കുന്നുണ്ടാവുക. അവരൊന്നും എന്ത് ഇങ്ങോട്ട് കിട്ടുന്നെന്ന് ആഗ്രഹിച്ചിട്ട് ചെയ്തവരല്ല, എല്ലാം അങ്ങോട്ട് കൊടുക്കാന്നുള്ള അതാവും അവരുടെ ഒരു തോട്ട് പ്രോസസ് എപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ ബാലൻ സാറിൻ്റെ ശിഷ്യരായിട്ട് വന്ന പല ആളുകൾ, ഇപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഇപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും എനിക്ക് കിട്ടുന്ന അംഗീകാരങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ ബ്ലെസ്സിങ് ആണ്. കാര്യം നമ്മളെ കൊണ്ടുവന്ന് പാടിച്ച് ഓരോ ദിവസവും ഇങ്ങനെ ഒരു കുഞ്ഞിനെ വളർത്തുന്ന പോലെ കയ്യെ പിടിച്ച് കൊണ്ടു നടന്നവരാണ് അവരൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം M. ജയചന്ദ്രൻ ചേട്ടൻ ആദ്യകാലങ്ങളിൽ ബാലൻ സാറിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്നു. ജയൻ ചേട്ടൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൽ നിന്നാണ് ബാലൻ ചേട്ടനാണ് എന്നെ കോഡ്സ് ഒക്കെ പഠിപ്പിച്ചത്, അറേഞ്ച്മെൻ്റ് ഒക്കെ അങ്ങനെയാണ്, കൂടെ റെക്കോർഡിങ്ങിനൊക്കെ പോയി നിന്ന് കണ്ട് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ പല ആളുകൾക്കും വഴികാട്ടിയും ഗുരുനാഥനുമായിട്ടുള്ള ആളാണ്. അപ്പം കണ്ണൻ ചേട്ടനെ സംബന്ധിച്ച് സാറിൻ്റെ സംഗീതം തന്നെയാണ് ബ്ലഡിലൂടെ അതുപോലെ പകർന്നു കിട്ടിയത്. അപ്പം അതിൻ്റെ ഒരു അല്ല, അത് നമ്മൾ പറഞ്ഞാലൊന്നും തീരുന്നതല്ല. അതുപോലെ കണ്ണൻചേട്ടൻ എന്ന് പറയുമ്പം കാലഘട്ടത്തിൽ വന്ന മാറ്റത്തിനനുസരിച്ച് കണ്ണൻചേട്ടനും കുറേ അപ്ഡേറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ ടെക്നോളജി ആണെങ്കിലും ഒരുപാട് കണ്ണൻചേട്ടന് യൂസ് ചെയ്യാൻ പറ്റിയത് പ്രോപ്പർലി അപ്ലൈ ചെയ്തതുകൊണ്ട് നമുക്ക് കുറേ പാട്ടും കിട്ടി, അങ്ങനെ പറയാം. ഇപ്പോൾ ബിനിച്ചേട്ടൻ കണ്ണൻചേട്ടൻ്റെ റിലേറ്റീവും കൂടിയാണ്. എങ്ങനെ ചൈൽഡ്ഹുഡൊക്കെ എങ്ങനെയായിരുന്നു നിങ്ങളുടെ? കണ്ണനും ഞാനും ബന്ധം എന്ന് വെച്ചാൽ എൻ്റെ ചിറ്റയുടെ മകനാണ്, അമ്മയുടെ അനിയത്തിയാണ്. വെക്കേഷൻ ഞങ്ങൾ അമ്മ വീട്ടിൽ കൂടും. അപ്പം ഞാൻ പറഞ്ഞ ഇവൻ ചെറുപ്പത്തിലേ തന്നെ ആള് വേറെ തലത്ത് വെച്ച് നീച്ചാൽ നമ്മളെ 4ാം ക്ലാസ് 5ാം ക്ലാസ് പഠിക്കുമ്പോഴുള്ള കാര്യമുണ്ട്. എൻ്റെ കഴിഞ്ഞൊരു 6 മാസം മൂത്താണ്. ഒരു ദിവസം വെക്കേഷൻ ഇതുപോലെ ഓടിയപ്പോൾ പറഞ്ഞാൽ നമുക്കൊരു സാധനം റെക്കോർഡ് ചെയ്യാം. അപ്പം ചിറ്റപ്പനോട് ഇത് കണ്ടിട്ടുണ്ട്, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ ഒരു വലിയൊരു സോണി പാനസോണിക് ഒരു സെറ്റ് ഉണ്ട്. അപ്പോൾ പുള്ളി അത് റൂമിൽ വെച്ച്, അപ്പോഴും ഞങ്ങൾ കൂട്ടുകാരാണ്, സൂട്ട് കേസൊക്കെ വെച്ച് പുള്ളി അത് പൊസിഷൻ ചെയ്തു, സെറ്റ് ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് റെക്കോർഡ് ചെയ്ത് നോക്കിയിട്ട് അന്ന് ഇത്തിരി ബാക്ക് ഇറങ്ങിക്കോന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്തിട്ട് അവൻ്റെ കയ്യിൽ എന്ത് ഇൻസ്ട്രുമെൻ്റായിട്ടും വായിക്കും. അന്ന് പുള്ളിയുടെ ഫ്ലൂട്ട് ഉണ്ട്. ആ ഫ്ലൂട്ട് വെച്ച് പുള്ളി ഒരു ബിറ്റ് കമ്പോസ് ചെയ്ത്, അപ്പോൾ എന്നോട് ഇവിടെ ഇത്ര അന്ന് ഈ അളവൊന്നും അറിയില്ല, അപ്പോൾ ഇങ്ങനെ ഇത്ര പ്രാവശ്യം നീ വായിക്കണം. അപ്പോൾ കണ്ണൻ്റെ അനിയനുണ്ട്, തമ്പി സച്ചിൻ, ഞങ്ങളുടെ കസ്റ്റമർ ഉണ്ട്, അതിനോട് ഇങ്ങനെ വായിച്ച് ടേക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ടേക്ക് എന്താ ഞങ്ങൾക്ക് അറിയില്ല, റെക്കോർഡ് ചെയ്യാൻ പോകണം. അപ്പോൾ റെക്കോർഡിങ് കഴിഞ്ഞ് കേട്ട് നോക്കിയപ്പോൾ പുള്ളി ഹാപ്പിയല്ല, ഞങ്ങൾ ഓക്കെയാണ്. നമ്മൾ റെക്കോർഡ് ചെയ്ത് കേട്ടപ്പോൾ അപ്പം നമ്മുടെ ടേക്ക് ഓക്കെ അല്ല, ഒന്നുകൂടെ എടുക്കാം, എന്നിട്ട് രണ്ടാമത് റീടേക്ക്. പിന്നെ എന്നിട്ടും പുള്ളി ഓക്കെ അല്ല വെച്ചാൽ പൊസിഷനൊക്കെ അവൻ എന്താ ഫ്ലൂട്ടായിട്ട്. പിന്നെ 3ാമത്തെ ടേക്കിൽ ഓക്കെ ആയി കഴിഞ്ഞപ്പോൾ അവൻ ഇത് ഓക്കെയാണ്. ഇവിടെ ആദ്യം ടേക്ക് ചെയ്തെല്ലാം അതിൻ്റെ വാല കിടക്കണം. അപ്പോൾ പുള്ളി ഞാൻ അവിടെ നമുക്ക് പഞ്ച് ചെയ്ത് വേറെ സാധനം എടുക്കാണ്ട് അവിടെ നിന്ന് ഫ്ലൂട്ട്. അപ്പോൾ അടുത്തുള്ള ഞാൻ അവിടെ എത്തുമ്പോൾ റെക്കോർഡിങ് ഞെക്കി വേണം. അപ്പോൾ അവൻ അന്ന് ആ പ്രായത്തിൽ ആ രീതിയിൽ ചിന്തിച്ചിരുന്നതാണ്. പിന്നെ കയ്യിൽ എന്ത് ഇൻസ്ട്രുമെന്റ് ചെയ്യാലും അവന് സോമൻ ചാച്ചൻ, ഞങ്ങളുടെ സിത്താർ ചാച്ചൻ്റെ, പുള്ളിയുടെ സിത്താർ ഞാൻ എടുത്ത് വെച്ചിട്ട് പുള്ളി ഒരു 2 മണിക്കൂറുണ്ട് അവൻ്റെ മനസ്സിലുള്ള സാധനങ്ങൾ അവനെ കയ്യിൽ വരുത്തി.
വായിക്കണ്ടായിരുന്നു. അപ്പം അങ്ങനെ എനിക്കൊന്ന് കീബോർഡ് പുള്ളി അങ്ങനെ പഠിച്ചിട്ടില്ല. അതെ അതെ, പഠിച്ചത് വയലിനും ഗിറ്റാറും ഒക്കെയാണ്. വയലിനാണ് ആദ്യം പഠിച്ചല്ലേ? പിന്നെ 13 അടി കയറിയതിന് ശേഷം അവൻ എന്തോ അങ്ങനെ ഗ്രേഡൊക്കെ ചെയ്തതെന്ന് തോന്നുന്നു. കീബോർഡ് ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, പിയാനോയിൽ ഗ്രേഡ് ഒക്കെ പക്ഷെ അവൻ എടുത്തിട്ടുണ്ടെങ്കിൽ. ഇത്രയും പടങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും ലൈവ് എഴുതി വായിക്കാനൊക്കെ ആയിട്ട് ഇത്രയും ഒരു എക്സ്പെർട്ട് ആള് നമ്മൾ വെറുതെ മലയാള കിടന്നിൽ എഴുതി ഇടണത്. നൊട്ടേഷൻ അത് ക്ലാസിക് ഈസ്റ്റേൺ ആണെങ്കിലും വെസ്റ്റേൺ ആണെങ്കിലും ഒരേപോലെ എഴുതും. വെസ്റ്റേൺ സ്റ്റാഫ് നൊട്ടേഷൻ ഇത് അങ്ങനെ എഴുതാൻ അറിയാം, ഈസ്റ്റേൺ നൊട്ട് രണ്ടും അറിയാമായിരുന്നല്ലോ. അതായത് വയലിൻകാർക്കുള്ള സ്കോർ ചിത്രപ്പൻ മനസ്സിലായി. കർണാട്ടിക് എഴുതുന്നത്. അപ്പൊ കണ്ണനാണ് അത് ഫാസ്റ്റ് ആയിട്ട് എഴുതി കൊടുത്തിട്ട് പോകുന്നത്. സ്പീഡാണ് എഴുതുന്നത്. ഇപ്പം മധുചേട്ടന്റെ ഒരു കേസിൽ വരുമ്പോൾ മധുചേട്ടൻ ശരിക്കും ഒരു ഫാൻ ബോയ് ആണ്. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ അതെ അതെ, അത് സത്യത്തിൽ മധുചേട്ടൻ അന്ന് ഞാൻ ചോദിക്കുമ്പം ഞാൻ മുന്നേ എവിടെയോ കേട്ടിട്ടുണ്ട് മധുചേട്ടൻ ഇങ്ങനെ കണ്ണൻ ചേട്ടൻ്റെ വലിയൊരു ഫാനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ ഈ ഒരു ആൻസർ ഞാൻ എക്സ്പെക്ട് എവിടെയോ ചെയ്യുന്നുണ്ട്. പക്ഷേ അത്രയൊരു ഹാർഡ് കോർ ഫാനായിരിക്കുക എന്ന് പറയുന്നത് മധുചേട്ടൻ ഇപ്പോൾ ഓരോ ആൾക്കാർ ഇപ്പോൾ എൻ്റെ അടുത്ത് സുജി ബെന്നിച്ചേട്ടനെ വിളിക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ഇത്രയും ആളുകളുടെ ഒരു അല്ല, ബെന്നിച്ചേട്ടനെ വിളിക്കാന്ന് പറഞ്ഞാൽ കണ്ണൻചേട്ടനായിട്ട് ഒരുപാട് പ്രോഗ്രാമിങ് കൂടാണ്ട് തന്നെ ഇപ്പൊ ഞാനൊക്കെ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോ ബെന്നി കണ്ടെന്നുള്ള അതെ കണ്ടുപഠിക്കുന്നത് നമ്മളിങ്ങനെ അത് എപ്പോഴും മനസ്സിൽ നമ്മൾ കീബോർഡ് വിളിക്കുമ്പോ ബെന്നി കണ്ണൻ പ്രോഗ്രാം ചെയ്യണം, നമുക്ക് ചെയ്യണം. ഇതൊക്കെയാണ് നമ്മള് ഇപ്പൊ ഞാനും ബിനീഷൊക്കെ ബെന്നിച്ചേട്ടൻ ഇപ്പൊ പറയുമ്പോഴാണ് പറഞ്ഞത് ഐസക്കും ഞാനും കൂടെ ചെയ്തു, ഐസക്കാണ് തുടങ്ങിയത്, അതിന് ശേഷമാണ് നമ്മൾ വന്നതെന്നൊക്കെയാണ് ബെന്നിച്ചേട്ടൻ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ലക്ഷ്മികാന്ത് പാരലാൽ എന്ന് പറയുമ്പോൾ ഇത് രണ്ടും ഒരാളാണെന്നാണ് കുട്ടിക്കാലത്ത് ഞാൻ വിചാരിച്ചത്. എന്ന് പറഞ്ഞാൽ ബെന്നി കണ്ണൻ എന്ന് പറഞ്ഞാൽ ഒരാളാണെന്നാണ് ഒരുപാട് പേര് വിചാരിച്ചിരുന്നത് ഒരു കാലത്ത്. ബെന്നി കണ്ണൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട് എന്ന് വിചാരിച്ചു, പിന്നെയാണ് അറിയുന്നത് ബേണിച്ചേട്ടൻ്റെ ഒക്കെ അങ്ങനെ ഞാനൊക്കെ ചെറുപ്പത്തിൽ വിചാരിച്ചിട്ടുണ്ട്. ബേണി ഇഗ്നേഷ്യസ്, ഓക്കെ ബേണി പേര് ഇഗ്നേഷ്യസ് ഇനിഷ്യലാണെന്ന് വിചാരിച്ചിട്ടുണ്ട് ചെറുപ്പത്തിൽ കേട്ടോ. ഞാൻ ഇഗ്നേഷ്യസ് അച്ഛന്റെ പേരാന്ന് വിചാരിച്ചത്. വേറെ അനുഭവം പറയട്ടെ. കണ്ണൻ ഗാനമേള എന്നൊക്കെ വിട്ടു നിൽക്കുന്ന സമയമാണ്. ബേണിച്ചൻ്റെ പറഞ്ഞു മെലഡീസ് എന്ന ട്രൂപ്പിൽ ബേണിച്ചൻ്റെ ഒക്കെ വായിക്കുന്നുണ്ട്. കണ്ണൻ ഗാനമേളയിൽ നിന്ന് വിട്ടു, അവൻ റെക്കോർഡിംഗ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ കലവൂര് പെട്ടെന്നൊരു പ്രോഗ്രാം മെലഡീസിന്. അപ്പോൾ ഗിറ്റാറിസ്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ ഈ കണ്ണൻ എന്ന് പറഞ്ഞ ആളെ അവരെന്തോരം വിശ്വസിക്കേണ്ടെന്നുള്ളതാണ്. അപ്പോൾ അന്ന് കീബോർഡ് ലൈവ് വായിക്കുന്ന സമയമാണ്. അപ്പോൾ എടാ നീ ഞാനുണ്ടാ വണ്ടിയിൽ, ഞാൻ വായിക്കുന്നില്ല, പക്ഷേ ഞാൻ ട്രൂപ്പിൽ വായിക്കുന്നുണ്ട്, പക്ഷേ ആ പ്രോഗ്രാം ഞാൻ വായിക്കണില്ല. അന്ന് ബേണിച്ചേട്ടൻ ഗിറ്റാർ വായിച്ചു. അപ്പോൾ മെയിൻ കീബോർഡ് കണ്ണൻ്റെ ഇടും. അപ്പോൾ കണ്ണന് പാട്ടൊന്നും അറിയാൻ പാടില്ല. ബേണിച്ചേട്ടൻ്റെ ബുക്ക് എടുത്ത് വെച്ചിട്ട് 2.5 മണിക്കൂർ ഗാനമേളെന്ന് വായിച്ചു. നേരെ നോക്കി നൊട്ടേഷൻ വായിക്കും, തെറ്റുന്ന പ്രശ്നമില്ല. അതാണ് അല്ല മൂപ്പരുടെ കൈ പോകുന്നു അങ്ങനെ ഇങ്ങനെ ഒരു തരം അതൊരു ഒഴുക്കാണ്, ഒരു പ്രവാഹമാണ്. ഒരു വളരെ അത്ഭുതകരമായ ഒരു സംഭവം പറയാം ഞാൻ. ഒരിക്കൽ ഗന്ധർവ സംഗീതം എന്ന് പറഞ്ഞ ഒരു റിയാലിറ്റി ഷോ ഉണ്ടല്ലോ, അതിൽ ജോൺസൺ മാസ്റ്റർ മരിച്ചിട്ട് അധികാലമായിട്ടില്ല. ആ സമയത്ത് ആ ഷോയിൽ ഞങ്ങൾ കുറച്ച് പാട്ടുകാരുണ്ട്. ഔസേപ്പച്ചൻ സാറ് ഒരു ജഡ്ജാണ്, അതുപോലെ SP ശൈലജാമ്മ, അങ്ങനെ 2-3 ജഡ്ജസൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ സിംഗേഴ്സ് ഞാൻ, വിധു പ്രതാപ്, ജ്യോത്സ്ന, ഗായത്രിയൊക്കെ ഉണ്ട്. അപ്പോൾ ജോൺസൺ മാസ്റ്റർക്ക് ഒരു ട്രിബ്യൂട്ട് അവതരിപ്പിക്കണം. അപ്പോൾ എല്ലാവരും കൂടെ പാട്ടുകളൊക്കെ പ്ലാൻ ചെയ്തു. അപ്പോൾ ഒരു പാട്ട് E ആണെങ്കിൽ അടുത്ത പാട്ട് F, ചിലത് D, പല സ്കെയിലാണ്. അപ്പോൾ നമ്മൾ കണ്ണൻചേട്ടൻ പറഞ്ഞാൽ ആദ്യം ദേവാംഗണങ്ങൾ തുടങ്ങുന്നു, അടുത്ത പിന്നെ വേറൊരു പാട്ട് Fന് പോകും, പല സ്കെയിൽ. കണ്ണൻചേട്ടൻ കുഴപ്പമില്ല, ഓരോന്നായിട്ട് ഏതാ ഓർഡർ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ ഓരോ ഓർഡർ പറഞ്ഞു കൊടുത്ത് എല്ലാവരും കൂടെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നേരെ ഓഡിയോ വീഡിയോ ഒന്നിച്ച് റെക്കോർഡ് ചെയ്തു. കണ്ണൻചേട്ടനെ ഒരു പ്രാവശ്യം നോക്കി, എല്ലാവരും കൂടെ ഒന്ന് സ്കെയിലൊക്കെ വരുന്നത് നോക്കിയിട്ട് നേരെ ടേക്ക് അങ്ങ് പോവുക. റെക്കോർഡിങ് കഴിഞ്ഞിട്ട് ഇത് കേട്ടപ്പോഴത്തേക്ക് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഇപ്പം അറിയാമല്ലോ മ്യൂസീഷ്യൻസിന് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ, ഒരു സ്കെയിലിൽ നിന്ന് അടുത്ത സ്കെയിലേക്ക് പോകുമ്പോൾ സാധാരണ ഗതിയിൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് നിർത്തിയിട്ട് വീണ്ടും അടുത്ത കോഡൊക്കെ പിടിച്ച് അങ്ങനെ. ഇതങ്ങനൊന്നുമല്ല. ഇത് പുള്ളി അത് കഴിഞ്ഞിട്ട് അത് വായിക്കുന്നതിനിടയിൽ വേറെ പ്രോഗ്രഷൻ പിടിച്ച് അടുത്ത സ്കെയിലിലേക്ക് കയറും. അതെങ്ങനെയാണെന്നുള്ള ആ മാജിക്ക് നമുക്ക് മനസ്സിലാവില്ല, ഇതെങ്ങനെ അടുത്ത ശ്രുതിയിലോട്ട് പോകുന്നുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ഒറ്റയടിക്ക് ഇത് മുഴുവൻ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ജഡ്ജസൊക്കെ വന്നിരുന്നത്. അപ്പോൾ നമ്മൾ എന്നിട്ട് വീണ്ടും അത് ഒന്നുകൂടെ ഷൂട്ട് ഒന്നുകൂടെ ഉണ്ട്. കാര്യം അല്ല, വിഷ്വലിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഔസേപ്പച്ചൻ സാറിനോട് ചോദിച്ചു, എടാ നീ ഇത് നിങ്ങളിപ്പോൾ എപ്പോൾ റെക്കോർഡ് ചെയ്തതിനുള്ള സമയം ഇപ്പോൾ കിട്ടി? കാര്യം തലേദിവസം പറഞ്ഞതേ ഉള്ളൂ നാളെ ഇത് വെച്ച് തുടങ്ങണം. ഞങ്ങൾ റെക്കോർഡ് ചെയ്തില്ല, കണ്ണൻചേട്ടൻ ലൈവ് വായിച്ചു. അപ്പോൾ പ്രോഗ്രാമിങ് ചെയ്തില്ല. ഇല്ല, ഇതെങ്ങനെയത് സാധിച്ചു? അത് കണ്ണനുണ്ടെങ്കിൽ ഇതൊക്കെ സാധിക്കും എന്ന് പറഞ്ഞു. അതാണ് ഇപ്പം ബെന്നിച്ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് ബെന്നിച്ചേട്ടൻ പറയുമ്പോഴൊക്കെ എന്താ പറയുക, ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്ത ബെന്നിച്ചേട്ടൻ പറഞ്ഞ നമ്മളോട് പറയുന്ന ഒരു ലിസ്റ്റുണ്ട്. ഇത്ര ഇതിൻ്റെ ഒരു ഇരട്ടി സിനിമകളുണ്ട്. ബെന്നിച്ചേട്ടൻ്റെ ഓർമ്മയിൽ തന്നെ ഇല്ലാത്ത അത്രയും നമ്പർ ഓഫ് ഫിലിംസ് ഇവർ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുണ്ട്. ബെന്നിച്ചേട്ടൻ ഇപ്പോൾ മയിൽപ്പീൽ കാവിൽ ആദ്യം വന്നു, ബെന്നിച്ചേട്ടൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്തു. അപ്പോൾ ഞാൻ സംസാരിച്ചപ്പം എൻ്റെ അടുത്ത് ബെന്നിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞാണ്, കണ്ണനെ പോലെ ഒരു ലെജൻഡറി മ്യൂസീഷ്യൻ നമുക്ക് ആ ഒരു സമയത്ത്, കണ്ണൻ നമ്മുടെ കൂടെ ഇല്ല, ആ ഒരു സമയത്ത് നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല കണ്ണന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്വം ആണ് എന്ന രീതിയിലാണ് ബെന്നിച്ചേട്ടൻ സംസാരിക്കുന്നത്. അപ്പോൾ അത്രത്തോളം ആ ഒരു മ്യൂസീഷ്യനെ എങ്ങനെ ഒരു
മറ്റുള്ള മ്യൂസീഷ്യൻസ് എങ്ങനെ ആരാധിക്കുന്നു, ബഹുമാനിക്കുന്നു എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഇതാണ്. ഈ മയിൽപ്പീലിക്കാവിലെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പ്രോഗ്രാമിംഗ് നിങ്ങൾ പ്ലാൻ ചെയ്തതൊക്കെ അതിൻ്റെയൊക്കെ കഥ ഒന്ന് പറയുക. അതല്ല അന്നത്തെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ ഒരു ഓർമ്മകളല്ല, അങ്ങനത്തെ ഒരു ഓർമ്മ എനിക്കില്ല. എന്നാലും അതുവരെ ബാലചേട്ടൻ്റെ മോൻ പയ്യൻ എന്നുള്ള രീതി നമ്മൾ കണ്ട രീതി കണ്ണം ഇവിടുന്ന് പോയി ദുബായിലെ 38 കൂടെയൊക്കെ വായിച്ച് തിരിച്ച് വരുന്ന സമയമാണ്. തിരിച്ച് നാട്ടിൽ വന്ന് സെറ്റിലാകുന്നു. നാട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കൂടുന്ന വർഷങ്ങൾ കഴിഞ്ഞ് കൂടുക. അപ്പം ഞാനും അന്ന് പ്രായം കുറവാണ്, കണ്ണനും ആ പ്രായത്തിൻ്റെതായ ഒരു ഇതെല്ലാം ത്രില്ലും എല്ലാം ഉണ്ട്. ഓരോ മ്യൂസിക് ചെയ്യുമ്പോഴും ഓരോ സാധനങ്ങൾ ചെയ്യുമ്പോഴും ഇപ്പം ഋതുവാണേലും മറ്റേ ഇതെന്ത് കാര്യങ്ങളാണെന്ന് ഇപ്പം ബേണച്ചേട്ടനൊക്കെയാണെങ്കിലും വലിയ ഈ കടുംപിടുത്തങ്ങളൊന്നുമില്ല, അവരാരുമില്ല. മോഹൻചേട്ടനും അങ്ങനെയൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ആ കടുംപിടുത്തമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ശരിക്കും ഞങ്ങൾക്ക് നല്ല ഫ്രീഡം ഉണ്ടായിരുന്നു, നല്ല ഇത് ചെയ്യാമായിരുന്നു. അതുമല്ല നല്ല കോമ്പിനേഷനായിരുന്നു ഞങ്ങൾക്ക് തമ്മിൽ. കാരണം ഞങ്ങൾ തമ്മിൽ ഒരു കാര്യത്തിന് പോലും അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിക്കേണ്ടി വരത്തില്ല. കോമ്പിനേഷൻ എങ്ങനെ വർക്ക് ചെയ്തെടുക്കുന്നത് ശരിക്കും? രണ്ട് മൈൻഡ് സെറ്റ് അല്ലേ? രണ്ട് അല്ല അത് എങ്ങനെയാണ് ഞങ്ങൾ വേറൊരു പ്രത്യേകത പറയാം. ഇപ്പം മോഹൻ സിത്താരുടെ വർക്ക് ഞങ്ങൾ ചെയ്യുന്നു. തൃശ്ശൂർ ചെന്നു, അവിടെ ബിനി ടൂറിസ്റ്റ് ഹോമിൽ റൂം എടുത്ത് വരുന്നു, ഞങ്ങൾ റൂമിൽ താമസിക്കുന്നു. അപ്പം ഈ എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിനും മ്യൂസീഷ്യൻസിനും പ്രത്യേകത ഉണ്ട്. അതായത് ഇവരുടെ ഒരു വർക്ക് നമ്മൾ പെട്ടെന്ന് തീർത്താൽ തല്ലിപ്പൊട്ടി തീർത്ത പോലെ തോന്നും. അപ്പോൾ അവർ നമ്മൾ ചിലപ്പോൾ പെട്ടെന്ന് അങ്ങ് തീർന്നു പോകുമ്പം അവർ സമ്മതിക്കുന്നില്ല. അതിന് ഞങ്ങൾ എന്നാന്ന് പറഞ്ഞാൽ ഞങ്ങൾ വന്ന് റൂമിൽ പോയി സെറ്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി ഞാൻ പറഞ്ഞു നമുക്ക് രാവിലെ വെളുപ്പിന് എഴുന്നേക്കാൻ പറഞ്ഞു. വെളുപ്പിന് ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ പയ്യെ എഴുന്നേക്കും. ഒരു 10 മണിയാകുമ്പോൾ ആ പാട്ട് തീരും. അപ്പോൾ ആ സമയം എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല ഫ്രഷാണ്. എന്നിട്ട് 10 മണിയാകുമ്പോൾ പാട്ട് തീരും. തീർന്നാലും തീർന്നെന്ന് വിളിച്ചു പറയത്തില്ല. അപ്പോൾ തീർന്നു കഴിഞ്ഞാൽ തമ്മിലും പറയും നമുക്ക് പറയണ്ട, നാളെ രാവിലെ വല്ലതും പറഞ്ഞാൽ മതി. എന്നിട്ട് ഞങ്ങൾ തീർത്തിട്ട് ഞങ്ങൾ വേറെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇരുന്ന് പിറ്റേ ദിവസം മോനേട്ടൻ വിളിച്ച് ചോദിക്കും എങ്ങനെ പാട്ടൊക്കെ തീർന്നോ ചോദിക്കും. ചേട്ടാ കുറച്ച് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് കേട്ട് നോക്കാം. പുള്ളി വന്ന് കേട്ട് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം തീർന്നിരിക്കുക. അപ്പോൾ ഓക്കെ, അപ്പം ഞങ്ങൾ ഇത്ര സമയം എടുത്തല്ലോ, അതുകൊണ്ട് ഓക്കെ. ഇന്റർവ്യൂ കൂടെയാണ് അത് അറിയാൻ പോണത്. അതെ ഇങ്ങനെ പല രഹസ്യങ്ങളും ഉണ്ട്. ഇപ്പം ഒരു റിതം സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ബെനിച്ചേട്ടനോട് എനിക്കൊന്ന് ബെനിച്ചേട്ടന് കുറച്ചധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും. എല്ലാം എനിക്കോട് ക്രിസ്ത്യൻ ഡിവോഷനിൽ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഈ മെഷീൻ്റെ എക്സ്ട്രീം അങ്ങേ അറ്റം പുള്ളിയെ പണിതെടുത്താണ്. അതിൻ്റെ എല്ലാ വർക്കും എൻ്റെ കയ്യിലുണ്ടാവും. എല്ലാം ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. അതിൻ്റെ ബാലൻസിങ്, അതിൻ്റെ ഒരു അറേഞ്ച്മെന്റ്സ്. വേറൊരു കാര്യം കൂടി ഉണ്ട്. നമ്മുടെ സിനിമ ഇൻഡസ്ട്രി അതുവരേക്കും ഇവരുടെ ഒരു വരവോട് കൂടിയാണ് കേരളത്തിലേക്ക് വന്നതെന്ന് കൂടെ പറയാം. അതിനു മുമ്പ് ചെന്നൈ ബേസ്ഡ് ആയിരുന്നു നമ്മുടെ മലയാള സിനിമ വ്യവസായം എന്ന് പറയുന്നത്, സംഗീത വ്യവസായം. അപ്പോൾ ഇപ്പം ബേണി ഗണേഷസ് ആണെങ്കിലും അവരുടെയൊക്കെ ആദ്യകാല സിനിമകളിലൊക്കെ ചെന്നൈയിൽ റെക്കോർഡ് ചെയ്തതാണ്. അവിടെ നിന്നുള്ള മ്യൂസീഷ്യൻസിനെ വെച്ച് ബേണി ചേട്ടനാണെങ്കിലും മോഹൻ ചേട്ടനാണെങ്കിലും പിന്നീട് ഇങ്ങോട്ട് വന്ന പല ആളുകൾക്കും തരംഗിണിയിൽ ഒരുപാട് പാട്ടുകൾ മുമ്പ് എടുത്തിട്ടുണ്ട്. അത് ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകിച്ച് കൊച്ചി ബേസ്ഡ് ആയിട്ട് നമ്മുടെ സിനിമ ഇൻഡസ്ട്രി വരുന്നത് ഇവരുടെ ഒരു വരവോട് കൂടിയാണ്. കാര്യം ഏത് സംഗീത സംവിധായകരും വിശ്വസിച്ച് ഇവർ രണ്ടുപേരെ ഏൽപ്പിക്കാം. അപ്പോൾ ഇവരുടെ ഒരു വിശ്വാസത്തിലാണ് സിനിമ സംഗീതം തന്നെ നമ്മുടെ നാട്ടിലേക്ക് തിരിച്ചു വന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അന്ന് ശരിക്കും ഈ ഇപ്പോഴും നമ്മൾ കമ്പ്യൂട്ടറുകളും എല്ലാം നിരത്തി വെച്ചല്ലേ ചെയ്യുന്നത്. അന്ന് അങ്ങനെയൊന്നുമില്ല. ഒരു R8 എന്ന് പറഞ്ഞ ചെറിയ മെഷീനും ഒരു കീബോർഡ് മാത്രമേ ഉള്ളൂ. ആ കീബോർഡിൻ്റെ കാര്യങ്ങളെല്ലാം പ്രയോജനം ചെയ്യുന്നു. R8 റിതം സൈഡ് പ്രയോജനം ചെയ്യുന്നു. 2 മിഡി കൊടുക്കുന്നു, എടുക്കുന്നു. മച്ചേട്ടൻ ഒരു സ്റ്റോറി നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ബെനിച്ചേട്ടൻ R8 ബേസ് ഗിറ്റാർ വായിച്ചാൽ ബേസ് ഗിറ്റാർ, പിന്നെ ഫ്ലൂട്ട് മറ്റേ പാട്ടാ അത് അഗ്നിദേവന്റെ പാട്ടല്ല. അഗ്നിദേവൻ്റെ ഞങ്ങളത് ചെന്നൈയിൽ അന്ന് റെക്കോർഡിങ് ചെന്നൈ ചെയ്യാമെന്ന് പറഞ്ഞു. അന്ന് മീഡിയ ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ, അത് ശ്രീധറാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം ഇവിടുന്ന് കേരളത്തിൽ നിന്നാണ് അന്ന് ഈ പ്രോഗ്രാമേഴ്സ് വരുന്നത് എന്ന് പറഞ്ഞ് അവർ എല്ലാം 5-6 ടേബിളൊക്കെ സെറ്റ് ചെയ്ത് ഭയങ്കര ലെവലൊക്കെ വെച്ചിട്ട് ചെയ്യുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് ചെന്ന് ഇറങ്ങുന്നത് എൻ്റെ R8 ഒരു ബാഗ്, ഐസക്കിൻ്റെ ഒരു കീബോർഡുണ്ട്. ഞങ്ങൾ എൻ്റെ കൂടെ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ അവർ ഞങ്ങൾ ചെന്നാണ് അവിടുത്തെ ഈ അസിസ്റ്റന്റുമാരെല്ലാം ഓടി വന്നു, കുറേ സാധനം ഉണ്ടല്ലോ എല്ലാവരും ചോദിച്ചു. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒന്നുമില്ല, ഇതോളെന്ന് പറഞ്ഞു. അപ്പോൾ അവർക്കെല്ലാം ഒരു കോമഡി ആയിപ്പോയതില്ല, അതായത് ഒന്നും ഇല്ലാതെ വന്നേക്കില്ല. ഇത് കഴിഞ്ഞ് ഞങ്ങൾ പോയി സെറ്റ് ചെയ്ത് ഇതിൻ്റെ ഔട്ട് കേട്ട് കഴിഞ്ഞപ്പം അവർക്ക് ഇത്തിരി ഒരു മതിപ്പായി. കാരണം ഇതിൻ്റെ അകത്ത് ഇത്രയും ചെറിയ സാധനത്തിൽ നിന്ന് ഇതെല്ലാം വരുന്നത്. മറ്റവിടെ എല്ലാം അപ്പം 2-3 കമ്പ്യൂട്ടർ ചെയ്യുന്ന സമയം
ഇത് കഴിഞ്ഞ് പുള്ളി എന്നോട് ചോദിച്ചു ബേസ് ഗിറ്റാർ ആണെന്ന് വരുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ബേസ് ഗിറ്റാർ ഇത് R8 നമ്പർ. അപ്പോൾ പുള്ളിക്ക് പിന്നെയും കോമഡി R8 എങ്ങനെ കളിക്കുന്നത്. അപ്പോൾ എൻ്റെ ചോദിച്ചു R8 എല്ലാം ചെയ്ത് വെച്ചേക്കാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഞാൻ കൈകൊണ്ട് വായിക്കാന്ന്. കൈകൊണ്ട് കുത്തിയാണ് അത്. നീലാവിൻ്റെ നീലഭസ്മത്തുറി ആ പാട്ടിൽ ബേസ് ഗിറ്റാർ എല്ലാം വായിച്ചേക്കുന്നത് ലൈവാ കൈകൊണ്ട് വായിച്ചേക്കുന്നത്. സുധിവേട്ടാ ഒന്ന് ഒന്ന് പാടിയാലോ? എനിക്ക് പാടാ. നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ ഏതപൂർവ തപസ്സിനാൽ ഞാൻ സ്വന്തമാക്കി നിൻ രാഗലോല പരാഗ സുന്ദര ചന്ദ്രമുഖബിംബം നിലാവിൻ്റെ നീലഭസ്മ കുറിയണിഞ്ഞവളേ കാതിലോല കമ്മലിട്ടു കുണുങ്ങി നിൽപ്പവളേ. R8 ബേസ് ഗിറ്റാർ വായിക്കാമെന്നുള്ളത് ഇന്ന് പുതിയൊരു അറിവാണ്. അതുപോലെ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഈ R8 Mark II അല്ലേ അതിറങ്ങിയ സമയത്ത്, അതുപോലെ കണ്ണൻ ചേട്ടന് N364 എന്ന് പറഞ്ഞാൽ ഇപ്പം ഗാനമേളകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കീബോർഡാണ്. അതിലുള്ള ടോൺസ് ഒക്കെ നമുക്കറിയാം, അതിൻ്റെ ഒരു ലിമിറ്റേഷൻ പലപ്പോഴും അതുപോലെ പ്രോഗ്രാമേഴ്സിന് പെട്ടെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഗാനമേളയ്ക്കൊക്കെ ആണെങ്കിൽ നമ്മൾ അതിൻ്റെ ശബ്ദങ്ങൾ കുറച്ച് അത്ര സോഫ്റ്റ് അല്ല, കുറച്ച് നല്ല വോളിയമാണ് ലൈവിനൊക്കെ നല്ല, പക്ഷെ അത് ഇത്ര സ്വീറ്റ് ആയിട്ട് അതിലെ ടോൺസ് കണ്ണൻ ചേട്ടൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം പഴനിമല മുരുകൻ പാട്ടുകളൊക്കെ അതിന്റെ ഹാർപ്പൊക്കെ അത് കുറെ സാധനങ്ങൾ അതിൽ അല്ലേ അതുപോലെ ഈ നന്ദനത്തിലെ പാട്ടുകൾ മനസ്സിൽ മിഥുന മഴ ആരും അത് പാടാം. ആരും കാണാതെ ചുണ്ടത്തെ ചെമ്പകമൊട്ടിന്മേൽ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ ചുംബന കുങ്കുമം തൊട്ടു ഞാൻ. ഈ ഒരു ടെമ്പോ ഭയങ്കര രസമാണ്. നമ്മൾ ഈ പാട്ട് പാടി കഴിയുമ്പോഴേക്കും നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഈ ടെമ്പോയിലുള്ളൊരു സുഖം ഉണ്ടല്ലോ, സ്വിംഗ് എന്ന് പറയില്ല. ഇപ്പൊ ഒരിക്കല് തിരുവനന്തപുരത്ത് കണ്ണൻ ചേട്ടൻ ഒരു സിനിമയുടെ പ്രോഗ്രാമിങ്ങിന് ഇരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഫ്ലാറ്റിൽ മുത്തൂറ്റിൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ടല്ലോ വഴുതക്കാട്, അവിടെ ഇങ്ങനെ പ്രോഗ്രാമിങ്ങിന് ഇരിക്കുമ്പോൾ ഒരു ദിവസം ഞാൻ അവിടെ ചെല്ലുമ്പോൾ കണ്ണൻ ചേട്ടൻ രാവിലെ ആ ഹോളിൽ ഡ്രംസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ഞാൻ ചോദിച്ചാൽ എന്താ ഡ്രം വായിക്കാൻ? ഇല്ലടാ ഞാൻ ഡ്രം ആരെയും റെൻ്റ് എടുത്ത് വെച്ചിരിക്കുക. അപ്പോൾ പ്രോഗ്രാമിങ് ചെയ്ത് ഞാൻ കേട്ടതാണ് ആ പാട്ട് തലേ ദിവസം, പക്ഷെ അതിനകത്ത് ലൈവ് ഡ്രമ്മിങ് വേണമെന്ന് തോന്നി. അപ്പം ഞാനത് എടുത്തു, പുള്ളി തന്നെ വായിച്ചിട്ട് മൈക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് അങ്ങനെയുള്ള പരിപാടികളാണ് എക്സ്പെരിമെന്റൽ. ഇപ്പം മധുചേട്ട പ്രോഗ്രാമിംഗ് കണ്ടു പഠിക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതായത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഇപ്പം ഇവർ രണ്ടുപേരുടെ ഒരു കോമ്പിനേഷനിൽ നിന്ന് ഇപ്പം മധുചേട്ടനൊക്കെ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുമ്പോഴുള്ള ഒരു എന്താ പറയുക ആ ഒരു ആസ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. അല്ല ഇത് ഇപ്പൊ ബെന്നിച്ചേട്ടൻ R8 തബല വായിച്ചാൽ അത് തബലയാണ് നമുക്ക് തോന്നും. അതുപോലെ തന്നെ കണ്ണൻ ചേട്ടൻ കീബോർഡിൽ ഫ്ലൂട്ട് വായിച്ചു കഴിഞ്ഞാൽ അത് ഒറിജിനൽ ഫ്ലൂട്ടാണ് തോന്നും. അത് തന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കും. കാരണം നമ്മളൊരു കീബോർഡിൽ ചിലവരെന്നല്ല കീബോർഡിൽ ഞാനടക്കം വായിക്കുക എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു ഫ്ലൂട്ട് വായിച്ചു കഴിഞ്ഞാൽ ഒരു ബ്രീത്ത് ചെയ്യാനൊരു ഇതുണ്ടല്ലോ, ഒരു ഇന്റർവെൽ. ആ ഇന്റർവെൽ ഇല്ലാണ്ട് തന്നെ വായിച്ചു കളയും ഇതിന്മേൽ. ഫ്ലൂട്ടെന്നാ തൂ തൂ എന്നുള്ള സാധനമല്ലേ, പുള്ളി അത് വായിക്കുമ്പോൾ അത് കണ്ണടച്ചേട്ടാ അത് ഒറിജിനൽ ഫ്ലൂട്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ബെന്നിച്ചേട്ടനും